തിരുവനന്തപുരത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിരുന്നു. ആദിത്യ എസ് നായരാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണെന്ന് മനസ്സിലാക്കുന്നു. ആത്മഹത്യയുടെ കാരണം വ്യക്തമായോ? നന്ദു, തിരുവനന്തപുരത്ത് തിരുമലയ്ക്കടുത്ത് കുന്നപ്പുഴയിലാണ് സംഭവം നടന്നത്. ആദിത്യ എസ് നായർ എന്ന പെൺകുട്ടി, 18 വയസ്സുള്ള പെൺകുട്ടിയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഇന്നാണ് മരണം സംഭവിച്ചത്. ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ആദിത്യ. സജീവമായി രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. നിരവധി ഫോളോവേഴ്സ് ഉള്ള പെൺകുട്ടി കൂടിയായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഒരു യുവാവുമായി സൗഹൃദമുണ്ടായിരുന്നു. ഈ സൗഹൃദം വഴക്കിട്ട് പിരിഞ്ഞ ശേഷം സംഘടിതമായി സോഷ്യൽ മീഡിയ വഴി ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാനുള്ള ശ്രമം നടത്തി. ഇതിൽ ഈ മനംതൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നതാണ് പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ബന്ധുക്കൾക്കും ഇത് സംബന്ധിച്ച ആരോപണമുണ്ട്. എന്നിരുന്നാലും വീട്ടുകാർ, പ്രത്യേകിച്ച് പെൺകുട്ടിയുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധത്തിലാണ്. വലിയ ഞെട്ടലുമുണ്ട്. നിരവധി സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള, നിരവധി ആരാധകരുള്ള ഒരു പെൺകുട്ടിയാണ് ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന വിവരം പരിചയപ്പെട്ട യുവാവുമായി, സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് യുവാവുമായി പരിചയപ്പെട്ടത്. ഈ യുവാവുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയും യുവാവുമായി തെറ്റി വേർപിരിഞ്ഞിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ഇൻസ്റ്റാ പേജിൽ തന്നെ, സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പെൺകുട്ടിയെ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിലുള്ള നിരന്തരമായ സൈബർ ആക്രമണം നേരിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദിത്യ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് പെൺകുട്ടി മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ആദിത്യ ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിച്ചു. രണ്ടാമതാണ് ഇത് സംബന്ധിച്ച മരണത്തിന്, പ്രത്യേകിച്ച് ആത്മഹത്യക്ക് കാരണമായ സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നത്. ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വലിയ ഞെട്ടലിലാണ്. ഒപ്പം തന്നെ ആദിത്യയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന, കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. യുവാവിനെതിരെയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ പൂജപ്പുര സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നന്ദു. ശരി, നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന ആദിത്യ എസ് നായർ ആത്മഹത്യ ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.